ചേട്ടാ, ഈ പെൺകുട്ടി എവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ലില്ല, കണ്ടിട്ടില്ല. ചേച്ചി കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. അമ്മേ, എന്തേലും തരണേ. അയ്യോ സാറേ എന്തെങ്കിലും തരണേ സാറേ. അമ്മ വല്ലതും കൊടുത്തിട്ട് പോണേ സാറേ. എന്തെങ്കിലും വല്ലതും തരണേ സാറേ. സാറേ എന്തെങ്കിലും തന്നിട്ട് പോ സാറേ. രാവിലെ മുതൽ പട്ടിണിയാ സാറേ. ദേവി അനുകരിക്കും സാറേ. 1 കോടി പുണ്യം കിട്ടും സാറേ. സാറേ 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 നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യോ? ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പിച്ചയെടുക്കുന്ന ഞങ്ങളെ പോലുള്ള പാവങ്ങള് സാറിനെ എങ്ങനെ സഹായിക്കാനാ സാറേ? നിങ്ങൾ ആരെങ്കിലും ഈ പെൺകുട്ടിയെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്ക്. ഇല്ല സാറേ, കണ്ടിട്ടില്ല. ഇല്ല സാറേ, കണ്ടിട്ടില്ല സാറേ. കണ്ടിട്ടില്ല സാറേ, കണ്ടിട്ടില്ല. കണ്ടിട്ടേ ഇല്ലേ? ഇല്ല, കണ്ടില്ല. അമ്പലത്തിൽ വരുന്നവരും പോണവരൊന്നും ഞങ്ങൾ നോക്കാറില്ല. എന്തിനാണ് ഓടിയത്? അത് എനിക്കൊന്നും അറിയില്ല സാർ. ഞാനൊന്നും കണ്ടില്ല. എന്ത് കണ്ടില്ലെന്ന്? അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. സത്യം പറഞ്ഞോ? നിന്റെ കയ്യിൽ 500-ന്റെ കുറെ നോട്ടുകൾ ഇരിക്കുന്നത് കണ്ടല്ലോ. നീ അത് എവിടെ നിന്ന് മോഷ്ടിച്ചതാ? സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും ഞാൻ. സാറേ സാറേ പോലീസിനെ വിളിക്കല്ലേ സാറേ. ഞാനിത് മോഷ്ടിച്ചല്ല. ചിലര് വെറുതെ തന്നതാ. വെറുതെ തരാനോ? എന്തിനാ? ഞാൻ കാണിച്ചെന്ന പെൺകുട്ടി അറിയാന്നുണ്ടല്ലോ നീ ഓടിയത്. സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലും നിരഞ്ഞ പറയടാ. അയ്യോ, സത്യം പറയാൻ. അയ്യോ, സാറേ. തല്ലല്ലേ സാർ. ഞാൻ പറയാം. എന്നൊന്നും ചെയ്യില്ല സാറ്. ഞാൻ പറയാം സാർ. പറയാൻ അമ്മ, വല്ലതും കൊടുത്തിട്ട് പോണേ. അമ്മ, അയ്യോ, രക്ഷിക്കണേ.
പ്രശ്നമാണല്ലോ. ഞാൻ അവന്റെ അടുത്തങ്ങ് പെരുമാറട്ടെ. ഏയ് വേണ്ട, ഇത് അമ്പലവാ, ആള് കൂടും. ഇത് വല്ല കാശും കൊടുത്ത് ഒതുക്കാനേ പറ്റൂ. ദാ, ഇത് കൊടുത്ത് ഒതുക്ക്. വേഗം എടുത്തോണ്ട് പോ. ഇതാണ് സാർ നടന്നത്. ഞാൻ വെറുതെ അവരുടെ മുമ്പിൽ ഒരു നമ്പർ ഇട്ടതാ. ഞാൻ അവരുമായിട്ടൊരു ബന്ധവുമില്ല. സാർ വിശ്വസിക്കണം, പോലീസിനെ വിളിക്കരുത്. പോടാ അവിടുന്ന്. ശിവരാമേട്ടനും ആനന്ദിനും വേണ്ടി എത്ര കഠിനമായ പ്രാർത്ഥനയാണ് നീ നടത്തിയത്. എന്റെ കുടുംബത്തോട് ഇത്ര കരുതലാണോ കല്യാണി നിനക്ക്? എന്റെ മനസ്സിൽ മാഡത്തിന് ദൈവത്തിന്റെ സ്ഥാനമുള്ളത്. എന്റെ ജീവൻ പോയാലും ആ കൈകളിൽ വിലങ്ങി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി, ചേച്ചി കോഫി ചോദിച്ചിരുന്നില്ലേ? കൊടുക്ക്. ആനന്ദേ, കല്യാണിയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? എവിടെയാ നീ ഇപ്പോ? ഞാൻ അമ്പലത്തിലമ്മ. വീണ്ടും ഇവിടെ തന്നെ വന്നു, കല്യാണി ഉണ്ടോന്നറിയാൻ. എന്നിട്ട് കല്യാണി കണ്ടോ? ചത്തില്ലേ അവള്? കല്യാണിയെ കണ്ടില്ല, പക്ഷേ എന്തൊക്കെയാ ഇവിടെ നടന്നേന്ന് മനസ്സിലായി. കല്യാണിയെ കാണാതായത് ഇവിടെ നിന്നാണമ്മേ. ആണോ? പറ ആനന്ദേ, എന്താ അവിടെ നടന്നത്? ഇതോടെ പോയി തൊലയൂന്ന് വിചാരിച്ചിട്ട് നാശം. തിരിച്ചു വന്ന് കാണും. ഇപ്പൊ കാമുകനും കാമുകയും കൂടെ തോളി കൈയിട്ടോണ്ട് വരുന്ന കാണാം. നടന്നത് ചുരുക്കി പറഞ്ഞ ഒരു കാര്യം അമ്മയെ സംഭവിച്ചിരിക്കുന്നത്. കല്യാണി ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക ഇപ്പോ. മൈ ഗോഡ്, കല്യാണി കിഡ്നാപ്പ് ചെയ്തെന്നോ? ആര്? നീ എന്തൊക്കെ ഈ പറയുന്നേ? അമ്പലം പോലൊരു പബ്ലിക് പ്ലേസിൽ ആരെങ്കിലും അതിന് ശ്രമിക്കുമോ? ഇന്ന് ഇതൊക്കെ ഇപ്പൊ സാധാരണ കാര്യമല്ലേ അമ്മേ? നേരത്തെ ഞാൻ ക്ഷേത്രത്തിൽ കല്യാണി തിരക്കി വന്നപ്പോ അവളുടെ വളകൾ ഉടഞ്ഞു കിടക്കുന്ന കണ്ടിരുന്നു. സംശയം തോന്നിയതുകൊണ്ടാ ഇപ്പൊ ഞാൻ വീണ്ടും ഇവിടെ തന്നെ വന്നത്. അങ്ങനെ ഇതൊരു കിഡ്നാപ്പ് കേസാണെന്ന് എനിക്ക് മനസ്സിലായതമ്മേ. പക്ഷേ കല്യാണിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നോ എന്തിനാണെന്നോ ഒന്നും ഇപ്പോഴും അറിയില്ലമ്മേ. എന്താ ഇതിലിന് പുതിയതായി അറിയാൻ? കല്യാണിയെ ഒരാൾ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ അവളായിരിക്കുമെന്ന് തീർച്ചയല്ലേ? പ്രിയങ്ക വർമ്മ.
നിനക്ക് ഓർമ്മയില്ലേ, കല്യാണിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തവളാ പ്രിയങ്ക. ഈ പ്രിയങ്ക വർമ്മയുടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ആനന്ദ് തന്നെയായിരിക്കും. അതിനു വേണ്ടി വന്ന എന്റെ ജീവൻ കളയാൻ വരെ ഞാൻ മടിക്കില്ല. ജീവൻ എടുക്കാനും. അവള് ജയിലിൽ പോകേണ്ടി വന്നതിന്റെ പ്രതികാരമാവണം ഇപ്പോഴീ ചെയ്തിരിക്കുന്നത്. മോളെ പ്രിയങ്കേ, നീ പൊളിച്ചെടി മോളെ. ഇനി ആ അടുക്കളക്കാരിയുടെ ശവമേ ഇവിടെ തിരികെ കിട്ടാവൂ. അല്ല, നീ അങ്ങനെ ചെയ്യുള്ളൂന്ന് എനിക്കറിയാം. നീ ആരാ മുതല്? അതെ അമ്മേ, ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിൽ പ്രിയങ്ക തന്നെയാ. ഞാൻ ഇപ്പൊ തന്നെ പ്രിയങ്കയുടെ വീട്ടിലേക്ക് പോവാ. കല്യാണിയും കൊണ്ട് തൃച്ചംബരത്തേക്ക് മടങ്ങി വരും. വെരി ഗുഡ്. നീ പെട്ടെന്ന് പോവാൻ നോക്ക്. ആ പ്രിയങ്കയ്ക്ക് തൃച്ചംബരത്തുകാർ ആരാണെന്നും ഏത് ലെവലാണെന്നും നീ മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം കല്യാണിയും കൊണ്ട് മടങ്ങി വരാൻ. ശരിയമ്മേ. നടന്നത് തന്നെ. അവൻ അവിടെ എത്തും മുമ്പ് കല്യാണി അവിടുന്ന് മാറ്റാനുള്ള നിർദ്ദേശം ഞാൻ കൊടുത്തോളാം. ഹലോ ആന്റി, കുറച്ചു നാളായല്ലോ. എന്താ ഈ സമയത്തൊരു ഫോൺ വിളി? എന്തെങ്കിലും വിശേഷം ഉണ്ടോ അവിടെ? കൊച്ചു കള്ളി, ഒരു ഉഗ്രം പരിപാടി ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടിക്കുന്നു കണ്ടില്ലേ? അതെ, നീയാണ് ആ അടുക്കളക്കാരിയെ തട്ടിക്കൊണ്ടു പോയതെന്ന് ഇവിടെ അഖിലാണ്ട് ചേച്ചി അറിഞ്ഞു. ആ ദേ, ആനന്ദിനെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക. അവൻ ഇപ്പൊ അവിടെ എത്തും. അത് പറയാനാ ഞാൻ റിസ്ക് എടുത്ത് വിളിച്ചത്. ആ കല്യാണി പെണ്ണിനെ നീ എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് മാറ്റിക്കോ. കല്യാണി പെണ്ണിനെ മാറ്റാനോ? ആന്റി എന്തൊക്കെയാ പറയുന്നേ? കല്യാണിയെ ഞാൻ എന്തിനു തട്ടിക്കൊണ്ടു പോണം? അഖിലാന്റി എന്തിനാ എന്നെ വെറുതെ സംശയിക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചേടാ, എന്താ പ്രിയങ്ക നീ പറയുന്നേ? അപ്പൊ നീയല്ലേ അവളെ തട്ടിക്കൊണ്ടു പോയത്? അല്ല, കല്യാണിയെ കാണാനില്ലെന്ന കാര്യം തന്നെ ആന്റി ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ ആന്റിയോട് പറയാതെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യോ? അയ്യോ എന്റെ ഭഗവാനെ, അപ്പൊ അങ്ങനെയാണോ കഥ? അഖിലാണ്ടേശ്വരിയെ പോലെ ഞാനും വിചാരിച്ചത് നീയാണ് കല്യാണിയെ തട്ടിക്കൊണ്ടു പോയതെന്നോ. നീ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. എനിക്കും അത് തന്നെയാ. ഇനിയെങ്കിലും ആന്റി അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടെ കല്യാണിയെ കാണാനില്ല. എല്ലാരും എല്ലായിടത്തും ഒരേ അന്വേഷണോ. അഖിലാണ്ടേശ്വരി ആനന്ദിനോട് കല്യാണിയെ തട്ടിക്കൊണ്ടുപോയത് നീ ആയിരിക്കുമെന്നും പെട്ടെന്ന് അവിടേക്ക് ചെന്ന് കല്യാണിയെ രക്ഷപ്പെടുത്താനും ഫോണിലൂടെ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അവൻ അവിടെ എത്തുന്നതിന് മുൻപ് നിന്നെ വിളിച്ച് വിവരം അറിയിക്കാന്ന് വിചാരിച്ചാ ഞാനിപ്പോ വിളിച്ചേ. അയ്യോ എന്റെ ദൈവമേ, ഇതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളാണല്ലോ. എന്തായാലും ആന്റി ഫോൺ ചെയ്ത് അറിയിച്ചതിന് നന്ദിയുണ്ട്. പക്ഷേ സത്യമായിട്ടും കല്യാണിയെ ഞാനല്ല തട്ടിക്കൊണ്ടു പോയത്. ആന്റി എന്നെ ഒന്ന് വിശ്വസിക്ക. ഇനിയിപ്പോ ആനന്ദ് ഇവിടെ തേടി വന്നാലും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഓ അത് ശരി. അപ്പൊ ഉറപ്പായിട്ടും നീ അവളെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല? ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. സത്യമായിട്ടും. എന്താ ആന്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്തിനാ ആന്റിയോട് കള്ളം പറയണം? അതും ഈ കല്യാണിയുടെ കാര്യത്തിൽ. എന്നെ ഒന്ന് വിശ്വസിക്ക. കല്യാണിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. അതാ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ. ഞാനും നീയും അല്ലാതെ കല്യാണിക്ക് വേറെ ആരാ ഈ ലോകത്ത് ശത്രു ഉള്ളത്? നീ പറയുന്നത് സത്യമാണെങ്കിലേ നമ്മൾ അറിയാത്ത വേറെ ഏതോ ശത്രു കൂടി അവൾക്കുണ്ട്. ശരി ശരി, എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ ഞാൻ നിന്നെ അറിയിക്കാം. ഫോൺ വെച്ചേക്ക്. ആ ശരി ആന്റി. അപ്പൊ അവളല്ല. ഇനിയിപ്പോ ആനന്ദ് സ്വയം അത് ചെയ്യാൻ ഒരു വഴിയുമില്ല. പിന്നെ ആരായിരിക്കും? ആകെ തല പെരുക്കുന്നല്ലോ.
മാർഷൽ, എന്താ മോളെ, ചെറുതായിട്ട് കയ്യും മുഖമൊക്കെ വേദനിക്കുന്നുണ്ടല്ലേ? എന്ത് ചെയ്യാന്, മര്യാദയ്ക്ക് സഹകരിക്കാൻ പറഞ്ഞിട്ടും നീ കേൾക്കാത്തതുകൊണ്ടല്ലേ? ദേ, ഇനിയെങ്കിലും നീ ഒന്ന് സഹകരിക്കും. നമുക്കിതങ്ങ് രമ്യതയിൽ തീർക്കാന്നേ. Come on. Bloody rascal. പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലടി. എന്നാ കേട്ടോ, നീ വലിയ സത്യപ്രമാണ വ്രതം അനുഷ്ഠിച്ച് വരമൊക്കെ വാങ്ങിക്കാണും. അഖിലാണ്ടീശ്വരി ആ വരം സാധിച്ചു തരാമെന്ന് വാക്കും പറഞ്ഞു കാണും. പക്ഷേ തൃച്ചംബരത്ത് ആ താടക വാക്കു പറഞ്ഞ വരം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നാവെടുത്താൽ 24 മണിക്കൂറും തൃച്ചംബരത്തിന്റെ പ്രൗഢിയെക്കുറിച്ചും അന്തസ്സിനെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും വാ തോരാതെ വിളമ്പുന്ന ആ ദുഷ്ട സ്ത്രീ വാക്കു പാലിക്കാനാകാതെ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കണം. നിനക്ക് തന്ന വാക്കും വരവും പാലിക്കാനാകാതെ സ്വയം മരണം വരിക്കണം. ആത്മഹത്യ. അങ്ങനെ വേണം തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം ഇളകുന്നത് എനിക്ക് കണ്ടു തുടങ്ങാൻ. എന്താടി ഒരു തുറിച്ചുനോട്ടം? നിന്റെ ഈ കണ്ണുകളുണ്ടല്ലോ, ഈ കണ്ണുകളാ എന്റെ സ്വപ്നങ്ങളെ മുഴുവൻ ഇരുട്ടിലാഴ്ത്തിയത്. തൃച്ചംബരത്ത് ഞാൻ കാൽ വെച്ചത് മുതൽ ആനന്ദിനെ എന്നിൽ നിന്നും അകറ്റി നിർത്തിയ ഈ കണ്ണുകൾ നീ ചത്തു കിടക്കുമ്പോഴും ഇതുപോലെ തുറന്നു മരവിച്ചിരിക്കുന്നത് എനിക്ക് കാണണം. എന്നെ തോൽപ്പിച്ച ഈ കണ്ണുകൾ കൊണ്ട് എന്റെ വിജയം ഞാൻ നിന്നെ കാണിക്കും. തോറ്റവരുടെ ലോകത്ത് റാണിയാവാനല്ല ഞാൻ ഈ ജീവിച്ചിരിക്കുന്നത്. ജയം മാത്രം കണ്ടുറങ്ങിയ തൃച്ചംബരത്തുള്ളവരെ പരാജയത്തിന്റെ ചോര കാണിക്കാനാ. ചോര കൊണ്ട് അഭിഷേകം നടത്താൻ. അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, നീ എന്താ കരുതിയത് എന്നെ പറ്റി? എന്റെ വിവാഹ സമയത്ത് ആ ജയനെ ഇറക്കി കളിച്ച അഖിലാണ്ടീശ്വരിയുടെ പ്രീതി പിടിച്ചു പറ്റിയതും നിന്റെ ബ്രാൻഡ് അംബാസിഡർ സ്ഥാനം എന്റെ കയ്യിലേക്ക് വന്നപ്പോ മണിക്കൂറുകൾക്കുള്ളിൽ അത് തിരിച്ചു പിടിച്ചതൊക്കെ ഞാനങ്ങ് മറക്കുന്നാണോ? എന്നാലേ എല്ലാം അങ്ങ് നിന്ന നിപ്പിലും മറന്നു പോവാൻ ഈ പ്രിയങ്ക വർമ്മ അരണയുടെ പുനർജന്മൊന്നും അല്ല, അടിയേറ്റ വിഷസർപ്പത്തിന്റെ പുനർജന്മോ. തൃച്ചംബരത്തുള്ളവരോട് നാഗമട തില്ലത്തുകാർക്കുള്ള പക തീർക്കാൻ പിറവിയെടുത്ത ജന്മം. അതിനുള്ള എന്റെ ഓരോ ലക്ഷ്യവും ബുദ്ധിപൂർവം തകർത്തെറിഞ്ഞ നിന്നോട് ഇനി മരണത്തിനപ്പുറമായിട്ട് ഒരു മധുര പ്രതികാരം ചെയ്യാനില്ല എനിക്ക്. ഇന്നിപ്പോ ഇരുട്ടാറായി. ഈ രാവ് കഴിഞ്ഞ് നാളെ പ്രഭാതം ആവുമ്പോ തൃച്ചംബരം കേട്ടുണരുന്നത് നിന്റെ മരണവാർത്തയായിരിക്കും. സോറി, നീ സ്വയം മരിച്ച വാർത്തയല്ല, നിന്നെ കൊന്നു കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്ന വാർത്ത ഈ ഞാൻ. പിന്നെ നിനക്ക് സന്തോഷിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. നീ ഇവിടെ ഉണ്ടെന്ന് കരുതി വരുന്നുണ്ട് നിന്റെ കാമുകൻ, സാക്ഷാൽ തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ. പക്ഷേ അവൻ ഇവിടെയല്ല, ഈ ഭൂലോകം മുഴുവൻ തിരഞ്ഞാലും നിന്നെ കണ്ടെത്തില്ല. നിന്നെ ജീവനോടെ വിട്ടു കൊടുക്കില്ല ഞാൻ, ഓർത്തോ. തൃച്ചംബരത്ത് മരണം മണത്തു തുടങ്ങി. അഖിലാണ്ടേശ്വരിയുടെ ഇളയച്ചൻ പറഞ്ഞതുപോലെ തൃച്ചംബരത്തൊരു അപമൃത്യു. കന്യകയായ കന്യാണിയുടെ മരണം. ഐ ആം നോട്ട് സോറി. അപ്പോ ഗുഡ് ബൈ ഡാർലിംഗ്. ഞാനാണ് ഇവളെ തട്ടിക്കൊണ്ടു വന്നതെന്ന് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അറിഞ്ഞു കഴിഞ്ഞു. രക്ഷകൻ ആനന്ദ് കൃഷ്ണൻ ഏത് സമയത്തും ഇവിടെ എത്തും. അതിനു മുമ്പ് ഇവളെ ഇവിടെ നിന്നും മാറ്റണം. എങ്ങോട്ടേക്കാണ് മേഡം?
നേരെ ഇപ്പൊ ഇരുട്ടും. തൽക്കാലം നിങ്ങൾ ഇവിടെ വണ്ടി കയറ്റി സിറ്റിയിലേക്ക് ഇറങ്ങും. പിന്നെ എന്ത് എങ്ങനെ വേണമെന്ന് ഞാൻ ഫോണിലൂടെ പറഞ്ഞോളാം. ഓക്കെ മാഡം. ഇങ്ങോട്ട് വാടി വരാൻ. നടക്ക്, നടക്കടി അങ്ങോട്ട്. ഇറങ്ങാൻ. നടക്കടി, നടക്കടി അങ്ങോട്ട്. നടക്കാൻ. നടക്ക്. ഇങ്ങോട്ട് വാടി. നടക്കടി. ആ ഡോർ തുറക്കണം. കേറടി. അകത്തോട്ട് കേറ്. കേറാൻ. പെട്ടെന്ന് വണ്ടി എടുക്ക്. ശബ്ദം ഉണ്ടാക്കിയ കൊന്നുകളെ നിന്നെ ഞാൻ. ആനന്ദ്, ആനന്ദെത്തി. മിണ്ടാതിരിക്ക്. വണ്ടിയുടെ ലൈറ്റ് ഓഫ് ചെയ്യ്. ഇതിനകത്ത് ആളുണ്ടെന്ന് അറിയണ്ട. ലൈറ്റ് ഇട്ടിട്ടില്ല. നിങ്ങൾ അവളെ സീറ്റിനടിയിലേക്ക് താഴ്ത്തു. താഴ്ന്നിരിക്കാൻ. ശബ്ദം ഉണ്ടാക്കി കൊന്നോളെ ഞാൻ.